Hello guys, I am Madhvit and welcome back to my channel Superness, known as Superness or Super Heroes. So guys, നമ്മൾ സ്പൈഡർമാൻ ക്രേവൻസ് ലാസ്റ്റ് ചാണ്ടിൻ്റെ സെക്കൻഡ് ഇഷ്യൂയിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. സോ നമുക്ക് കൂടുതൽ ടൈം കളയാനത് നമുക്ക് സെക്കൻഡ് ഇഷ്യൂയിലേക്ക് കിടക്കാം. നമ്മൾ കാണുന്നത് ക്രേവൻ സ്പൈഡർമാൻ്റെ ശവകുടീരത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നതായിട്ടാണ്. ക്രേവൻ അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുന്നു. നശിച്ച കാലാവസ്ഥ, പിന്നെ ഈ പുല്ല് പിടിച്ച മഴയും, എനിക്ക് വയ്യ. നമ്മളൊരു പെൺകുട്ടി മഴയിലൂടെ ഇങ്ങനെ ഓടി നടന്നു വരുന്നത് കാണുന്നു. പെട്ടെന്ന് ആ പെണ്ണ് തറയിൽ മഴ കാരണം തെറ്റി വീഴുന്നു. അവിടെ എലികളുടെ ശല്യം ഉണ്ടാകും. അതിൻ്റെ എല്ലാം കാരണം ആ പെണ്ണ് അവിടെ വീഴുന്നതായിട്ടാണ് കാണുന്നത്. പെട്ടെന്ന് ഒരു മൃഗം ആ പെണ്ണിൻ്റെ കാലിൽ പിടിച്ചുകൊണ്ട് അവളെ വലിച്ചുകൊണ്ട് ആ ഓടയ്ക്കടി ആ സീവേജിൻ്റെ അടിയിലോട്ട് വലിച്ചു കൊണ്ടുപോവുകയാണ്. രക്ഷിക്കൂ എന്ന് അവൾ അലറി വിളിക്കുന്നു. അവൾ ആ സീവറിൻ്റെ അടിയിൽ നിന്നുകൊണ്ട് ചോദിക്കുന്നു, ആരാ അത്? എൻ്റെ ദൈവമേ, എൻ്റെ പേര് വെർമിൻ. ഭക്ഷണം വന്നു കഴിഞ്ഞു, എനിക്ക് വിശക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് മേരി ജെയിനെയാണ്. മേരി ജെയിൻ ആ പീറ്റർ പാർക്കറിനെ കുറിച്ച് ആലോചിച്ച് വളരെയധികം വറീഡാണ്. പീറ്റർ പാർക്കറിനെ കണ്ടിട്ട് തന്നെ കുറച്ച് ദിവസമായി അവൻ മരിച്ചോ എന്നൊക്കെ നമ്മുടെ മേരി ജെയിൻ വിചാരിക്കുകയാണ്. പെട്ടെന്ന് എവിടേക്കൊരു എലി വരുന്നതായിട്ടാണ് കാണുന്നത്. ആ എലിയെ നമ്മുടെ മേരി ജെയിൻ അടിച്ചോടിച്ച് കൊല്ലുന്നതായിട്ടാണ് കാണുന്നത്. പിന്നീട് നമ്മൾ സ്പൈഡർമാൻ്റെ സൂട്ടിട്ട് ക്രേവനെ കാണുന്നു. സ്പൈഡർമാൻ, എൻ്റെ ഏറ്റവും വലിയ ശത്രു. ഞാനിപ്പോൾ അവനെ പോലെ ആകുകയാണ്. എനിക്ക് അവനെ പോലെ ആകണം. ഞാനാണ് ഇപ്പോൾ സ്പൈഡർ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ ക്രോൾ ചെയ്ത് തൻ്റെ വീട്ടിലേക്ക് പോകുന്നു എന്നൊക്കെ കാണുന്നത്. പെട്ടെന്ന് പുള്ളിക്ക് മൂഡ് സ്വിംഗ് പോലെ ഉണ്ടാവുകയാണ്. അല്ല, ഞാനാണ് ക്രേവൻ ദ ഹണ്ടർ. അവനൊരു പോഷൻ കുടിക്കുകയാണ്. ഹെർബ്സും റൂട്ട്സൊക്കെ ഇട്ട ഒരു പോർഷൻ. അത് കണ്ടിട്ട് അത് പുള്ളിക്ക് നേരത്തെ പറഞ്ഞ ആ മൂഡ് സ്വിങ്സ് എല്ലാം കൂടുകയാണ്. ഞാനിത് എന്തിനു ചെയ്യുന്നു? ഇല്ല, ഞാൻ ധീരനായ ക്രേവനാണ്. അപ്പോൾ പുള്ളിക്കാരൻ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് സ്പൈഡേഴ്സ് ഉണ്ട്. അതിനെല്ലാം പുള്ളിക്കാരൻ അടിച്ച് പൊട്ടിക്കുകയാണ്. അപ്പോൾ അവിടെ ആ എല്ലാ സ്പൈഡേഴ്സും കൂടി ഒരു വലിയ സ്പൈഡർ ആവുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് കണ്ട് നമ്മുടെ ക്രേവൻ പേടിക്കുന്നതായിട്ടാണ് കാണുന്നത്. പിന്നീട് നമ്മൾ സീൻ ചേഞ്ച് കാണുന്നത് വെച്ചാൽ നമ്മുടെ വെർമിനെയാണ്. അപ്പോൾ അവിടെ വെർമിനാണെങ്കിൽ സ്പൈഡർമാൻ്റെ ഒരു പടം നമ്മുടെ ന്യൂസ് പേപ്പറിൽ കാണുന്നുണ്ട്. അപ്പം പുള്ളിക്കാരൻ അത് കണ്ടിട്ട് പേടിക്കുന്നു. സ്പൈഡർമാൻ വളരെ മോശമായ ഒരാൾ എന്നാണ് അയാൾ പറയുന്നത്. വെർമിൻ ഒരു എലിയെ പിടിച്ചിട്ട് പറയുന്നു, ഓട് വേഗം ഓട്, അവർ നമ്മുടെ അടുത്ത് വരരുത്. വെർമിൻ ആ എലിയെ തിന്നുന്നതായിട്ടാണ് കാണുന്നത്. പെട്ടെന്ന് നമ്മുടെ MJ പുറത്തു പോകുമ്പോൾ കുറേ ക്രീപ്സ് വന്നിട്ട് പുള്ളിക്കാരിക്കെതിരെ മോശമായിട്ട് കമൻറ്റ് ചെയ്യുന്നു. അവിടെ ചെറുതായിട്ട് ക്രേവൻ പിന്നീട് പേടിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പുള്ളിക്കാരൻ ആകെ സ്പൈഡേഴ്സിനെയൊക്കെ കണ്ട് പേടിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം MJ വന്നിട്ട് ആ ആൾക്കാരെല്ലാം കൂടെ പിടിച്ചു വച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് പെട്ടെന്ന് സ്പൈഡർമാൻ വരുന്നത് MJ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ MJ പെട്ടെന്ന് ഹാപ്പി ആവുന്നു. MJ വിചാരിക്കുന്നത് പീറ്ററാണെന്ന്. എന്നാലും നമ്മുടെ ഈ ക്രേവനാണ് അതിൻ്റെ ഉള്ളിലെന്ന് MJക്ക് അറിയില്ലായിരുന്നു. പെട്ടെന്ന് ആ സ്പൈഡർമാൻ വന്ന് ഭയങ്കരമായിട്ട് വയലൻ്റ് ആവുകയും അവിടെയുള്ള എല്ലാവരും അടിച്ച് തെറിപ്പിച്ച് വളരെ ബ്രൂട്ടലായിട്ട് ഫൈറ്റ് ചെയ്യുന്നതായിട്ടാണ് MJയും എല്ലാവരും കണ്ടത്. സോ അപ്പോൾ നമ്മുടെ MJക്ക് മനസ്സിലായി അത് പീറ്റർ അല്ല എന്നുള്ള ഒരു കാര്യം. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ വെർമിൻ പറയുന്ന ഒരു ഡയലോഗാണ്, സ്പൈഡർമാൻ, അതാ ഞാൻ വന്നത്, എനിക്ക് അവനെ കാണണം. സ്പൈഡർമാൻ, അതാ ഞാൻ വന്നത്, എനിക്ക് അവനെ കാണണം. എനിക്ക് പേടിയില്ല, എനിക്ക് വിശക്കുന്നു. യം. പിന്നീട് നമ്മൾ കാണുന്നത് സ്പൈഡർമാൻ്റെ കല്ലറയാണ്. ഇനി എന്ത് സംഭവിക്കുമായിരിക്കും? സ്പൈഡർമാൻ ഇതുവരെയായിട്ടും തിരിച്ചു വന്നിട്ടില്ല. വെർമിൻ എന്ന് പറയുന്ന കൊടൂര വില്ലൻ വന്നിരിക്കുകയാണ്. ക്രേവൻ്റെ ഉദ്ദേശം എന്തായിരിക്കും? MJ ഇനി എന്ത് ചെയ്യും? അതറിയാനായി അടുത്ത എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. വിശപ്പ്, എനിക്കെൻ്റെ വിശപ്പ് സഹിക്കാനാകുന്നില്ല സ്പൈഡർമാൻ. ഞാൻ നിനക്കായി വരികയാണ് സ്പൈഡർമാൻ, എൻ്റെ വിശപ്പ് തീർക്കുവാനായി.